ഹലോ. അപ്പോൾ നമ്മൾ ക്രോഷറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രോഷറ്റിൻ്റെ ഫ്രോക്ക് കണ്ടാലോ. ഇത് നമ്മൾ ഒരു 1 to 2 ഇയേഴ്സ് വരെയുള്ള ബേബി ഗേൾസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതായത് ഇത് നമുക്ക് ഓർഡർ കിട്ടിയത് 1 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉള്ള സൈസ് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് പേഴ്സണലായിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണെങ്കിൽ നമ്മൾ അളവെടുത്തിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണതായതുകൊണ്ട് നമ്മളപ്പോൾ 1 വയസ്സുള്ള ഉണ്ണിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂട്ടി 2 വയസ്സ് 1 to 2 ആ ഇയേഴ്സിലിടാൻ പറ്റുന്ന ഉള്ള സൈസിലായിട്ട് നമ്മൾ ഫ്രോക്ക് ചെയ്യാം. അപ്പം ഞാൻ ഫ്രോക്കൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ക്ലീനായ കാരണം എന്തെങ്കിലും വർക്ക് അതിൽ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ബീഡ്സ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ സാധാ തുണികളിൽ ചെയ്യണ പോലെ ക്രോഷറ്റിൻ്റെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിൽ നമ്മൾ ഈ ബബ്ലി ടൈപ്പ് ഒരു വർക്കാച്ചി പാറ്റേൺ വെച്ചിട്ട് ചെയ്ത കാരണം നമുക്ക് ആ ബബിളിൻ്റെ അവിടെയായിട്ട് നമുക്ക് ബീഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്ക് കഴുത്തിൽ ബീഡ്സ് വയ്ക്കാൻ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. കൊച്ചിനോട് വർത്തമാനം പറഞ്ഞ് കഴുത്ത് കഴിഞ്ഞ് ബാക്കിലേക്ക് എത്തിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ പിന്നെ ഫ്രണ്ടും ബാക്കും അങ്ങനെ കംപ്ലീറ്റ് ആക്കി. അടുത്തത് ഞാൻ പിന്നെ പുതിയൊരു പരീക്ഷണം എന്ന രീതിയിൽ കൈയിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ സാധാ ഫ്രോക്കിൽ കാണുന്ന പോലെ ഈ ഫ്രോക്കിൽ ചെയ്യാൻ നിന്നാൽ പണി പാളിയില്ല. പക്ഷെ അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. കാരണം അത് വലിയൊരു ഭംഗി വന്നില്ല, അതാണ് സത്യം. കുറേ നേരം കുത്തിയിരുന്ന് തുന്നി കൂട്ടിയെന്നുണ്ടെങ്കിലും എനിക്കെന്തോ നമുക്കൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് വാവ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു വാവ് വന്നില്ല. ഈ നസ്രി പറഞ്ഞ പോലെ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്നൊരിത് ആ സാധനം വന്നില്ല. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്തതൊക്കെ കൂടിയിട്ട് ഞാൻ അഴിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. എന്നാൽ ഇത്ര പേര് ചെയ്തപ്പോഴേക്കും ബോധോദയം ഉണ്ടായാൽ മതിയായിരുന്നു. ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് എനിക്ക് ഭംഗിയില്ല എന്ന് തോന്നിയത്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പറിച്ചെടുത്തു. നമുക്ക് തുണിയേക്കാളും എളുപ്പത്തിൽ പിന്നെ ഇതിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഹുക്കാട്ട വെച്ച് കൊടുത്തിരിക്കണത്. അതായത് ഹുക്ക് തുറന്നിട്ടിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ വല്ലാണ്ട് ഫിറ്റ് ആവണ്ട എന്നുള്ളതിലാണ് നമ്മൾ ഹുക്ക് വെച്ചത്. അങ്ങനെ ഞാൻ കൈയൊക്കെ തകൃതിയായിട്ട് അഴിച്ച് പണിതു. പിന്നെ അടുത്തത് എന്ത് ഡിസൈൻ ചെയ്യും എന്നുള്ളതായിരുന്നു. ലാസ്റ്റ് ഞാൻ കുറച്ച് പേൾസ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നി. ആദ്യം ഞാൻ ബീഡ്സ് പല സൈസുള്ള കാരണം ഏത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ഒരു 5 സൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ലാസ്റ്റ് ഒരു 3-ാമത്തെ 4-ാമത്തെ സൈസിലായിട്ട് നമ്മൾ ഉറപ്പിച്ച്. അങ്ങനെ ഈ ബീഡ്സ് ഫുള്ളും നമ്മളിങ്ങനെ തുന്നിക്കൂട്ടി ഇങ്ങനെ ഫുൾ സെറ്റാക്കി വെക്കുകയാട്ടോ ചെയ്തത്. ഞാൻ ഒരു സൈഡ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ല എന്നുള്ള ബോധോദയം ഉണ്ടായത്. അപ്പം ഞാൻ പിന്നെ വീഡിയോ ഓണാക്കിയിട്ട് ചെയ്തു. ഈ നൂലിൽ സൂചി കുറക്കണ പരിപാടി അമ്മീ കണ്ണ് കാണാണ്ടാണ് കണ്ണാട വെച്ച് കാണുന്നത്. കണ്ണാട വെച്ചിട്ട് സൂചിയുടെ ഉള്ളിൽ നൂല് കയറിയില്ലെങ്കിലോ എന്താ ചെയ്യാൻ. ഒരു വിധത്തിൽ സൂചി നൂലും ഞാനും തമ്മിൽ യുദ്ധമായിരുന്നു. എങ്ങനെ വേലും അതായത് കുറച്ച് നൂല് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കൂടുതൽ നൂല് എടുക്കുകയാണെങ്കിൽ ആ അറ്റത് വന്നിങ്ങനെ കെട്ടുപണയും. പിന്നെ അതഴിച്ച് വീണ്ടും കെട്ടി, വീണ്ടും അഴിച്ച് വീണ്ടും കെട്ടി, അങ്ങനെ കുറച്ച് നേരം അതുമേലെ ഞാൻ പിടിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ ഇരുന്ന പണി ഏകദേശം കുറച്ച് സമയമാകുമ്പോഴേക്കും അതേ നേരം എടുത്തില്ലെന്ന് തോന്നുന്നു, ഒരു 1 hour എന്തായാലും എടുത്തിട്ടുണ്ടാവും. കാരണം പാറ്റേൺ ഇത് ചെയ്യാതിരിക്കുമ്പോൾ യാതൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട് കഴുത്തിൽ ആ ബീഡ്സ് പൊന്തി നിൽക്കുന്നത് ഞാനൊന്ന് കൈകൊണ്ട് താഴ്ത്തിയാൽ മതിയായിരുന്നു. ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാനത് കണ്ടത്. കാരണം ആ ബബ്ലി ഇങ്ങനെ പൊന്തി നിൽക്കണതാട്ടാ. അപ്പോൾ ബാക്കിൽ ഈ ഹുക്ക് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ ഇതേപോലത്തെ ഹുക്കാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മാച്ചിന് നമ്മളൊരു ഹെഡ് ബാൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒറ്റ കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നു, ക്രോഷറ്റിൻ്റെ ഐറ്റംസിന് വില കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഇതിലൊക്കെ ചിലപ്പോൾ റേറ്റ് കുറവിന് കാണുമായിരിക്കും. പക്ഷേ കൈകൊണ്ട് ചെയ്താണ് ഈ സാധനങ്ങൾക്ക് കുറച്ച് വിലയുണ്ട്.